നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇരിങ്ങാലക്കുടയിൽ ഗർഭിണിയായ യുവതിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമാണ്. ഇപ്പോഴിതാ ഭർത്താവിന്റെ മാതാവും കൂടി ചേർന്ന് ആ പെൺകുട്ടിക്ക് ഏൽപ്പിച്ച പീഡനങ്ങളുടെ വിവരങ്ങൾ പുറത്തു വന്നതിന്റെ പിന്നാലെ തന്നെ ഭർത്താവും ഭർത്തൃപിതാവിനെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഫസീലയുടെ ഭർത്താവ് നൌഫൽ എന്ന 29 വയസ്സുകാരനും ഭർത്തൃമാതാവ് റംലത്ത് എന്ന 55 വയസ്സുകാരിയും അറസ്റ്റിലായി. കാലുമാത്ര സ്വദേശിനി ഫസീല എന്ന 23 മരിച്ചത്. ഭർത്തൃപീഡനത്തെ തുടർന്നാണ് യുവതി ജീവനൊടുക്കിയത് എന്നാണ് ആരോപണം. സംഭവത്തിൽ ഭർത്താവ് നൌഫലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. തെളിവുകളും നൌഫലിന് എതിരാണ്. നൌഫലിന് സംശയരോഗമുണ്ടായിരുന്നുവെന്നും സൂചനകളുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഫസീല രണ്ടാമത് ഗർഭിണിയായതിന്റെ പേരിൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുവെന്നാണ് പരാതി. ഫസീലയുടെ നാഭിയിൽ ചവിട്ടിയതിന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിവ് വ്യക്തമാണ്. ഗർഭിണിയായ ഫസീലയെ നാഭിയിൽ ഭർത്താവ് നൌഫൽ ചവിട്ടിയെന്നാണ് കണ്ടെത്തൽ. മർദ്ദനത്തിന്റെ അടയാളം വയറ്റിലുണ്ടെന്ന പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമിക സൂചനയിൽ പറയുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യരുതേ ഉമ്മ എന്ന കഴിഞ്ഞ ദിവസം അവസാനമായി വാട്സപ്പ് സന്ദേശം ഉമ്മയ്ക്ക് അയച്ചപ്പോൾ ഫസീല പ്രത്യേകം പറഞ്ഞിരുന്നു. എന്നാലും ഫസീലയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിയമപരമായി നോക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയേ തീരൂ. അതിനാൽ തന്നെ പോസ്റ്റ്മോർട്ടവും നടത്തി. ഇവരുടെ ആദ്യത്തെ കുഞ്ഞിന് 1 വയസ്സ് തികയുമ്പോഴേക്കും രണ്ടാമത് ഗർഭിണിയായതിന്റെ കുറ്റം ഫസീലയിൽ മാത്രം ചുമത്തിയായിരുന്നു മർദ്ദനം. ചൊവ്വാഴ്ച ഭർത്തൃവീട്ടിലെ ടെറസിലാണ് യുവതിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫസീല രണ്ടാമത് ഗർഭിണിയായതിന് പിന്നാലെ ഭർത്താവ് ദേഹോപദ്രവം ചെയ്യുന്നുണ്ടെന്ന യുവതി ഉമ്മയ്ക്ക് വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നു. 1.5 വർഷം മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹം. കാർഡ്ബോർഡ് കമ്പനിയിലെ ജീവനക്കാരനാണ് നൌഫൽ. ദമ്പതികൾക്ക് 10 മാസം പ്രായമായ കുഞ്ഞുണ്ട്. നെടുങ്കാടത്തുകുന്ന സ്വദേശിയാണ് നൌഫൽ. ഗർഭിണിയായ തന്നെ വയറ്റിൽ ചവിട്ടിയെന്നും നിരന്തരം മർദ്ദിക്കുമായിരുന്നു എന്നുമാണ് ഫസീല ഉമ്മയ്ക്ക് അയച്ച വാട്സാപ്പ് സന്ദേശത്തിൽ പറയുന്നത്. ഭർത്തൃമാതാവ് തെറി വിളിച്ചുവെന്നും അവർ തന്നെ കൊല്ലുമെന്നും ഫസീല പറയുന്നുണ്ട്. ആത്മഹത്യക്ക് പിന്നാലെ പോലീസിൽ പരാതി നൽകിയ ഫസീലയുടെ കുടുംബത്തോട് നൌഫലിന്റെ വീട്ടുകാർ വളരെ മോശമായാണ് സംസാരിച്ചത് എന്നും ബന്ധുക്കൾ പറയുന്നു. ഫസീല അയച്ച വാട്സാപ്പ് സന്ദേശം പുറത്തായിട്ടുണ്ട്. ഉമ്മ, ഞാൻ രണ്ടാമത് ഗർഭിണിയാണ്. നൌഫൽ എന്റെ വയറ്റിൽ കുറെ ചവിട്ടി, കുറെ ഉപദ്രവിച്ചു. അപ്പോൾ എനിക്ക് വേദനിച്ചപ്പോൾ ഞാൻ നൌഫലിന്റെ കഴുത്തിൽ പിടിച്ചു. നൌഫൽ നുണ പറഞ്ഞു. ഇവിടത്തെ ഉമ്മ എന്നെ തെറി വിളിച്ചു. ഉമ്മ, ഞാൻ മരിക്കുകയാണ്. എന്നെ അല്ലെങ്കിൽ അവർ കൊല്ലും. അസ്സലാമു അലൈക്കും. എന്റെ കൈ ഓക്കെ നൌഫൽ പൊട്ടിച്ചു. പക്ഷെ എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത്. ഇതെന്റെ അപേക്ഷയാണ് എന്നുള്ള സന്ദേശമാണ് പലതായിട്ട് ഫസീല മാതാവിന് അയച്ചിരിക്കുന്നത്. യുവതി രണ്ടാമതും ഗർഭിണിയായിരുന്നു എന്ന വിവരം മരിക്കാൻ പോകുന്നുവെന്ന സന്ദേശം വന്നപ്പോഴാണ് വീട്ടുകാർ അറിയുന്നത്. കൊടുങ്ങല്ലൂർ കോതംപറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന പതിയാശ്ശേരി സ്വദേശി കാട്ടുപറമ്പിൽ അബ്ദുൾ റഷീദിന്റെയും സെക്കീനയുടെയും മകളാണ് ഫസീല. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് വീട്ടുകാർക്ക് വിട്ടു നൽകും. മകൻ മുഹമ്മദ് സെയാൻ 9 മാസം മാത്രമാണ് പ്രായം.